2020 ശേഷമുള്ള കാലഘട്ടത്തിൽ ആഗോള വ്യോമശക്തിയുടെ സമവാക്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ റഷ്യയും ചൈനയും എത്രത്തോളം വേഗത്തിൽ സൈനികശേഷി വികസിപ്പിച്ചുവെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നൽകുന്നത്. റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് RUSI പുറത്തിറക്കിയ പുതിയ വിലയിരുത്തൽ റിപ്പോർട്ട് പാശ്ചാത്യലോകം ദീർഘകാലമായി അവകാശപ്പെട്ടിരുന്ന വ്യോമമേധാവിത്വം ഇനി തർക്കാതീതമല്ലെന്ന് തുറന്നുകാട്ടുന്നു. അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായിരുന്നാലും യൂറോപ്യൻ മേഖലയിലും ഇന്തോ പസഫിക് മേഖലയിലും അതിന്റെ സജീവ ഇടപെടലുകൾ കുറയുന്ന സാഹചര്യത്തിൽ ആ ശൂന്യത നികത്തുന്ന ശക്തികളായി റഷ്യയും ചൈനയും ഉയർന്നുവന്നിരിക്കുകയാണ്. റഷ്യയുടെ കാര്യത്തിൽ യുക്രൈനുമായുള്ള യുദ്ധം അതിന്റെ വ്യോമസേനയെ ദുർബലപ്പെടുത്തുമെന്നായിരുന്നു പാശ്ചാത്യ വിലയിരുത്തലുകൾ. എന്നാൽ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം അവതരിപ്പിക്കുന്നു. 2022 മുതൽ യുക്രൈനിൽ നടന്ന തീവ്രമായ വ്യോമാക്രമണങ്ങൾക്കിടയിൽ റഷ്യയ്ക്ക് വിമാനനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയേക്കാൾ കൂടുതലായി പുതിയ വിമാനങ്ങൾ സേവനത്തിൽ ഉൾപ്പെടുത്താൻ മോസ്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. Su-34 പോലുള്ള തന്ത്രപ്രധാന ആക്രമണ വിമാനങ്ങളുടെ ഉൽപ്പാദനം യുദ്ധകാലത്ത് നഷ്ടപ്പെട്ടവയേക്കാൾ ഉയർന്ന തോതിൽ തുടരുകയാണ്. അതോടെ റഷ്യൻ വ്യോമസേനയുടെ മൊത്തത്തിലുള്ള യുദ്ധശേഷി കുറയുകയല്ല, മറിച്ച് കൂടുതൽ സുസജ്ജവും പ്രവർത്തനക്ഷമവുമായ രൂപത്തിലേക്ക് മാറുകയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിലും പ്രധാനമാണ് മനുഷ്യവിഭവശേഷിയിലെ പുരോഗതി. വിമാനം നഷ്ടപ്പെടുന്നത് പകരം വയ്ക്കാൻ കഴിയുമെങ്കിലും പരിചയസമ്പന്നരായ പൈലറ്റുമാരെ വളർത്തിയെടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ യുക്രൈനിലെ നീണ്ടുനിൽക്കുന്ന യുദ്ധം റഷ്യൻ പൈലറ്റുകൾക്ക് അപൂർവമായ യുദ്ധപരിചയം സമ്മാനിച്ചു. ശക്തമായ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ശത്രുവിന്റെ വ്യോമസേനയ്ക്കുമെതിരെ സ്ഥിരമായി പ്രവർത്തിച്ച അനുഭവം റഷ്യൻ എയർക്രൂകളെ കൂടുതൽ പ്രൊഫഷണലും യാഥാർത്ഥ്യബോധമുള്ളതുമായ സേനയാക്കി മാറ്റിയിട്ടുണ്ട്. വ്യോമസേനയും ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങളും തമ്മിലുള്ള ഏകോപനം അടുത്ത കാലത്തായി ഗണ്യമായി മെച്ചപ്പെട്ടതായും ഉക്രേനിയൻ സ്രോതസ്സുകൾ തന്നെ സമ്മതിക്കുന്നു. ചൈനയുടെ കഥ ഇതിലും വ്യാപകവും ദീർഘവീക്ഷണവുമുള്ളതാണ്. 2020 മുതൽ ബെയ്ജിംഗ് വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന് നൽകിയ മുൻഗണന ഇന്ന് ഇന്തോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുകയാണ്. 5ാം തലമുറ J-20 യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം പ്രതിവർഷം പല മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന സ്റ്റെൽത്ത് യുദ്ധത്തിൽ വ്യക്തമായ മുൻതൂക്കം നേടുകയാണ്. ഏതാനും വർഷങ്ങൾ മുൻപ് എണ്ണത്തിൽ പരിമിതമായിരുന്ന J-20 ഫ്ലീറ്റ് ഇന്ന് നൂറുകളിലേക്ക് വളർന്നിട്ടുണ്ട്. 2030ഓടെ 1000-ന് സമീപം ഇത്തരം വിമാനങ്ങൾ സേവനത്തിലുണ്ടാകും എന്ന പ്രവചനം അതിരൂക്ഷമല്ല. ചൈനയുടെ സമീപനം വെറും എണ്ണത്തിലൊതുങ്ങുന്നില്ല, സാങ്കേതിക വികസനമാണ് അതിന്റെ ആധാരം. J-16, J-15 പോലുള്ള മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഇലക്ട്രോണിക് യുദ്ധരംഗത്ത് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത J-16Dയും J-15DT-DH വിമാനങ്ങളും വികസിപ്പിച്ചത് ആധുനിക വ്യോമയുദ്ധത്തിന്റെ സ്വഭാവം ചൈന എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നതിന് ഉദാഹരണമാണ്. അമേരിക്കൻ EA-18 ഗ്രൗളറിന് നേരിട്ട് വെല്ലുവിളിയുയർത്തുന്ന ഈ പ്ലാറ്റ്ഫോമുകൾ ശത്രുവിന്റെ റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും നിഷ്ക്രിയമാക്കാനുള്ള ചൈനീസ് കഴിവ് ശക്തിപ്പെടുത്തുന്നു. ഇതിനു പുറമെ 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്കുള്ള ചൈനയുടെ നീക്കങ്ങൾ ഭാവിയിലെ വ്യോമയുദ്ധത്തെ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദർശനത്തിന്റെ ഭാഗമാണ്. പാശ്ചാത്യ വിശകലനകൾ J-36 എന്നും J-50 എന്നും വിളിക്കുന്ന പരീക്ഷണ വിമാനങ്ങൾ ഉയർന്ന സ്റ്റെൽത്ത് സവിശേഷതകളും ദീർഘദൂര ആക്രമണക്ഷമതയും ഒരുമിച്ചുൾക്കൊള്ളുന്നവയായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവ ഇപ്പോൾ വികസനഘട്ടത്തിലായാലും ചൈനയുടെ ഉൽപ്പാദനക്ഷമതയും സമയക്രമവും കണക്കിലെടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വേഗത്തിൽ പ്രവർത്തനക്ഷമമാകാനുള്ള സാധ്യത ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കെ യൂറോപ്യൻ ഇന്തോ പസഫിക് മേഖലകളിൽ നിന്ന് അമേരിക്ക പിന്തിരിയാനുള്ള സൂചനകൾ നൽകിയത് റഷ്യയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ സ്വാധീനം കൂടുതൽ വ്യാപിപ്പിക്കാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു. അതേസമയം ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന തൈവാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദീർഘകാല സൈനിക സജ്ജത കൈവരിക്കാൻ തുറന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത് ചൈനയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉയർന്നുവന്നുവെന്നതിന്റെ സൂചനയാണ്. പാശ്ചാത്യ വിലയിരുത്തലുകൾ ഇപ്പോഴും ഒരു സമ്പൂർണ്ണ ഏറ്റുമുട്ടലിൽ US നേതൃത്വമുള്ള സഖ്യങ്ങൾ വിജയിച്ചേക്കാം എന്ന സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അത്തരം വിജയം ഇനി സ്വാഭാവികമോ ഉറപ്പോ അല്ലെന്ന് റിപ്പോർട്ട് തന്നെ സമ്മതിക്കുന്നു. റഷ്യയുടെ യുദ്ധപരിചയവും ചൈനയുടെ അതിവേഗ സാങ്കേതിക പുരോഗതിയും ചേർന്നപ്പോൾ പരമ്പരാഗത പാശ്ചാത്യ വ്യോമ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്.
അവസാനം പറയുമ്പോൾ റഷ്യയും ചൈനയും വ്യോമശക്തി വർദ്ധിപ്പിച്ചത് ആക്രമണാത്മക അജണ്ടയുടെ ഭാഗമെന്നതിലുപരി തങ്ങളുടെ സുരക്ഷയും സ്വാധീന മേഖലകളും സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രപ്രധാന നീക്കമായാണ് കാണേണ്ടത്. അമേരിക്കൻ ഏകപക്ഷീയത കുറയുന്ന ഒരു ലോകക്രമത്തിൽ ശക്തിസമത്വം നിലനിർത്താൻ അവർ സ്വീകരിച്ച നടപടികൾ ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ബഹുധ്രുവ വ്യവസ്ഥയിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയാണ്. ഈ മാറ്റം ഇനി ലോകം ഒരൊറ്റ ശക്തിയുടെ വ്യോമമേധാവിത്വത്തിൽ മാത്രമല്ല, പരസ്പരം തുല്യശേഷിയുള്ള ശക്തികളുടെ സാന്നിധ്യത്തിൽ മുന്നോട്ടു പോകുമെന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്നു.